വിഴിഞ്ഞം തുറമുഖം വിവാദ ചുഴിയിൽപ്പെടുന്നത് ആദ്യമല്ല. കൂടപ്പിറപ്പായ രാഷ്ട്രീയ കളികളും തമ്മിൽ തല്ലും സമരങ്ങളും ഒഴിയുന്നേയില്ല. സ്വപ്ന പദ്ധതി പലർക്കും ദുസ്വപ്നമായി. ഒരു ഭാഗത്ത് വിഴിഞ്ഞം കൊണ്ടുവരുന്ന വികസനം, മറുഭാഗത്ത് തീരദേശവാസികളുടെ അതിജീവനം. കഴിച്ചിട്ടിറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന അവസ്ഥ. അദാനി, കുത്തകവത്കരണം എന്നൊക്കെ പറഞ്ഞ് പിണറായി സർക്കാരും VD സതീശിന്റെ പ്രതിപക്ഷവും കൊമ്പ് കോർത്തതാണ്. ഇപ്പോൾ ഭരണം മാറി കോർത്ത കൊമ്പുകൾ കോർത്തു തന്നെ ഇരിപ്പുണ്ട്. MSC ആണ് പുതിയ വില്ലൻ. MSC എന്നാൽ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി. അദാനി പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ വിഴിഞ്ഞത്ത് 49% ഓഹരി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് കൈമാറുന്നു എന്നതാണ് വിഷയം. ആരാണ് ഈ MSC? ചില്ലറക്കാരല്ല, ലോകത്തെ ഏറ്റവും വലിയ കപ്പലോട്ടക്കാരാണ്. 1000ഓളം ചരക്ക് കപ്പൽ സ്വന്തമായുണ്ട്. 155 രാജ്യങ്ങളിലൂടെ 300ഓളം കപ്പൽ ചാലുകളിലൂടെ സർവീസ് നടത്തുന്നു. ലോകമെമ്പാടുമായി 520 തുറമുഖങ്ങൾ സ്വന്തം, 675 ഓഫീസുകളും 2 ലക്ഷത്തിലധികം ജീവനക്കാരും, പ്രതിവർഷം 30 മില്യൺ TU ചരക്ക് നീക്കം, കൂടാതെ 7 അത്യാധുനിക വിമാനങ്ങളും സ്വന്തമായുണ്ട്. MSC ചെറിയ മീനല്ല. സ്വസ്ഥമായി ബിസിനസ് നടത്തി ലോകം നന്നാക്കൽ മാത്രമല്ല കമ്പനിയുടെ പണി. ഒട്ടേറെ നിഗൂഢതകളും ഒപ്പമുണ്ട്. വിവാദങ്ങളും ആരോപണങ്ങളും MSCയുടെ കപ്പലുകൾക്കൊപ്പം ലോകം ചുറ്റുന്നു. പരിസ്ഥിതി മലിനീകരണം, നിയമലംഘനങ്ങൾ, മയക്കുമരുന്ന് കടത്ത്. ഈ കമ്പനി ചെറിയ മീനേയല്ല. പക്ഷേ ഈ ആരോപണങ്ങളെയെല്ലാം കമ്പനി എന്നും തള്ളിയിട്ടേ ഉള്ളൂ. ഈ കമ്പനിയുടെ MSC എൽസ 3 എന്ന കപ്പലുണ്ടാക്കിയ പുകിൽ കേരള തീരത്ത് നിന്ന് ഇനിയും മാഞ്ഞിട്ടില്ല എന്നതും ഓർക്കണം. 2025 മെയ്യിലാണ് കപ്പൽ കേരള തീരത്ത് മുങ്ങിയത്. ഇതിലുണ്ടായിരുന്ന കണ്ടെയ്നറുകൾ കടൽ പരിസ്ഥിതിക്കുണ്ടാക്കിയ നാശം ഇനിയും പൂർണ്ണമായി കണക്കാക്കിയിട്ടില്ല. എന്നിട്ടും പരിക്കൊന്നുമില്ലാതെ രക്ഷപ്പെടുകയും വിഴിഞ്ഞത്തിന്റെ കുത്തകയ്ക്കായി രംഗത്ത് വരികയും ചെയ്യുമ്പോൾ കലികാലം എന്ന് പറഞ്ഞ് കൈകഴുകാൻ വരട്ടെ. ഇടതും വലതും കേന്ദ്രവുമെല്ലാം സംശയനിഴലിലാണ്. ജനീവയാണ് MSCയുടെ ആസ്ഥാനം. ബെൽജിയത്തിലെ ബ്രസൽസിൽ തുടക്കം. 1978 സ്വിറ്റ്സർലൻഡിലെത്തുന്നത്. MV പെട്രീഷ്യ എന്ന ഒരൊറ്റ ചരക്ക് കപ്പലുമായാണ് തുടക്കം. ജിയാൻ ലൂജി അപ്പോൻറ്റെ എന്ന ഇറ്റാലിയൻ നാവികന്റെ സ്വപ്നം. പിന്നീടങ്ങോട്ട് വളർച്ചയോട് വളർച്ച. 2022 വരെ ഡെൻമാർക്ക് ആസ്ഥാനമായുള്ള മായസെക് എന്ന കമ്പനിയായിരുന്നു ഷിപ്പിംഗ് മേഖലയിലെ കേമൻ. അവരെ വള്ളപ്പാടുകൾ പിന്നിലാക്കി അപ്പോൻറ്റെ കുടുംബ ബിസിനസ് മുന്നേറി. ഇതിനു പിന്നിൽ ഒരു നേതൃമാറ്റത്തിന്റെ കഥയുണ്ട്. 2020 ആദ്യമായി അപ്പോൻറ്റെ കുടുംബത്തിന് പുറത്തു നിന്നൊരാൾ കമ്പനിയുടെ തലപ്പത്തെത്തി. മായസെക്കിന്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായിരുന്ന സോറൻ ടോഫ്റ്റ് MSCയുടെ പുതിയ CEO. മറ്റു കമ്പനികളെ വിഴുങ്ങുക എന്നൊരു തന്ത്രമാണ് പിന്നെ അരങ്ങേറിയത്. ഇത് കമ്പനിക്ക് ജോറായി. 2 വർഷം കൊണ്ട് ആഗോളതലത്തിലെ ഷിപ്പിംഗ് ഭീമൻ. ജിയാൻ ലൂജി അപ്പോൻറ്റെയുടെ മകൻ ഡീഗോ അപ്പോൻറ്റെയാണ് ഇപ്പോൾ MSCയുടെ പ്രസിഡന്റ്. 1ാം സ്ഥാനത്തിന് പിന്നിൽ മറ്റു തന്ത്രങ്ങളും ഉണ്ടായിരുന്നു. നിരന്തര വൈവിധ്യവൽക്കരണമായിരുന്നു അതിൽ മുഖ്യം. സമുദ്രമേഖലയിലെ വ്യാവസായിക ആധിപത്യം കമ്പനി ഉറപ്പിച്ചുകൊണ്ടേയിരുന്നു. കടൽമാർഗം മാത്രമുള്ള ചരക്കു നീക്കം എന്നതായിരുന്നു പരമ്പരാഗത ഷിപ്പിംഗ് രീതി. അത് MSC ചവറ്റുകൊട്ടയിലിട്ടു. കണ്ടെയ്നർ കപ്പലുകളുടെ ഏറ്റവും വലിയ ശേഖരമുണ്ടെന്നത് ശരി, പക്ഷേ തുറമുഖങ്ങളുടെ നിയന്ത്രണമില്ലെങ്കിൽ പണി പാളുമെന്ന് കമ്പനി തിരിച്ചറിഞ്ഞു. അതിനായി ഒരു ഉപകമ്പനി ഉണ്ടാക്കി, ടെർമിനൽ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ്. അവരാണ് വിഴിഞ്ഞത്തെ ഓഹരികൾ സ്വന്തമാക്കിയിരിക്കുന്നത്. ക്രൂസ് ലൈൻ, പാസഞ്ചർ ഫെറി സർവീസ്, വിമാനം, ട്രെയിൻ, റോഡ് എന്നിവ വഴിയുള്ള ചരക്കു നീക്കത്തിനായി വിവിധ അനുബന്ധ കമ്പനികൾ കൂടി ഉൾപ്പെട്ടതാണ് MSC. റിയൽ എസ്റ്റേറ്റ് രംഗത്തുമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലിനെ സ്വന്തമാക്കാൻ ഒരുങ്ങുകയാണെന്ന വാർത്ത വേറെയുമുണ്ട്. ലോജിസ്റ്റിക്സ് മേഖലയിലെ മെഡ്ലോക്ക്, മെഡ്വേ, ഉൾനാടൻ ചരക്ക് ഗതാഗതം നിയന്ത്രിക്കുന്ന റെയിൽ ശൃംഖല, വേഗത്തിൽ ചരക്കെത്തിക്കാൻ വിമാന സർവീസ്, വിതരണ ശൃംഖല നീളുകയാണ്. ഈ പൂർണ്ണ നിയന്ത്രണം വഴി ഇടനിലക്കാരെ ഒഴിവാക്കാനും കുറഞ്ഞ ചെലവിൽ സേവനം നൽകി എതിരാളികളെ വിപണിയിൽ നിന്ന് പുറത്താക്കാനും പ്രധാനപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളിലേക്ക് മറ്റു കമ്പനികൾക്ക് പ്രവേശനം നൽകാതിരിക്കാനും MSCക്ക് കഴിയുന്നതും ഇങ്ങനെ തന്നെ. ഒരൊറ്റ കമ്പനിക്ക് തന്നെ ചരക്ക് നീക്കത്തിൽ സമ്പൂർണ്ണ നിയന്ത്രണം കിട്ടുന്നതിന്റെ അപകടാവസ്ഥ വിപണി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഈ സാഹചര്യങ്ങളെ വിലയിരുത്തിയാണ്. വിഴിഞ്ഞത്തേക്ക് MSC എത്തുമ്പോൾ പ്രതീക്ഷകളും ഒപ്പം ആശങ്കകളും തീരം തൊടുന്നുണ്ട്. കേരളത്തിന് നേട്ടമോ കോട്ടമോ കാത്തിരുന്നു കാണാം.